ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തീയ ജീവിതം എന്നത് പരീക്ഷകളുടെയും അതിജീവനത്തിൻ്റെയും നിരന്തരമായ പോരാട്ടമാണ്. ഈ പ്രയാണത്തിൽ ഒരു വിശ്വാസി നേരിടുന്ന ഏറ്റവും വലിയ ആത്മീയ വെല്ലുവിളി എളുപ്പവഴികൾ എന്ന പ്രലോഭനമാണ്. മരുഭൂമിയിൽ 40 പകലും 40 രാവും ഉപവസിച്ച ക്രിസ്തുവിനെ സാത്താൻ സമീപിക്കുന്നത് ഇത്തരത്തിലുള്ള 3 കുറുക്കുവഴികളുമായാണ്. സാത്താൻ അവിടെ പരീക്ഷിക്കുന്നത് ക്രിസ്തുവിൻ്റെ വിശപ്പിന് മാത്രമല്ല, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയോടുള്ള അവിടുത്തെ വിശ്വസ്തതയെ കൂടെയാണ്. കല്ലുകൾ അപ്പമാക്കാൻ ആവശ്യപ്പെടുമ്പോൾ അധ്വാനത്തിൻ്റെയും പ്രകൃതി നിയമങ്ങളുടെയും സ്വാഭാവികമായ രീതികളെ നിഷേധിച്ച് ആത്മീയ ശക്തിയെ സ്വന്തം ഭൗതിക ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യാൻ സാത്താൻ പ്രേരിപ്പിക്കുന്നു. കല്ലുകൾ പൊടിഞ്ഞ മണ്ണായി അതിൽ വിത്തിട്ട് മഴ പെയ്ത് ഗോതമ്പ് മുളച്ച് അത് കൊയ്തെടുത്ത് അപ്പമായി മാറുന്ന ശ്രമകരമായ ആ പ്രക്രിയയ്ക്ക് വലിയൊരു കാത്തിരിപ്പും അധ്വാനവും ആവശ്യമാണ്. ഈ ദൈവികമായ കാത്തിരിപ്പും പ്രയത്നവും ദൈവഹിതത്തിൻ്റെ അവിഭാജ്യമായ ഭാഗമാണ്. എന്നാൽ ആ പ്രക്രിയയെ മറികടന്ന് എളുപ്പവഴിയിലൂടെ അപ്പമുണ്ടാക്കാൻ ആണ് സാത്താൻ ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ പരീക്ഷയിൽ ദേവാലയ ഗോപുരത്തിന് മുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ ആവശ്യപ്പെടുമ്പോൾ വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം നൽകാമെന്ന വാഗ്ദാനമാണത്. ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ ത്യാഗം സഹിക്കാനോ തയ്യാറാകാതെ എപ്പോഴും അത്ഭുതങ്ങൾ മാത്രം സംഭവിക്കണമെന്ന ആഗ്രഹം യഥാർത്ഥത്തിൽ ദൈവത്തെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കുവാനുള്ള സ്വാർത്ഥതയാണ്. ഇത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ആത്മീയമായ ഒളിച്ചോട്ടം കൂടിയാണ്. മൂന്നാമത്തെ പരീക്ഷയിലാണ് ഏറ്റവും വലിയ വെല്ലുവിളി അടങ്ങിയിരിക്കുന്നത്. ലോകത്തിൻ്റെ സകല രാജ്യങ്ങളെയും കാണിച്ച് എന്നെ വണങ്ങിയാൽ ഇവയെല്ലാം നിനക്ക് തരാമെന്ന് സാത്താൻ വാഗ്ദാനം ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തെ ഒരു വിട്ടുവീഴ്ചയിലൂടെ ലഘൂകരിക്കാനാണ് സാത്താൻ ശ്രമിക്കുന്നത്. ലോകത്തെ വീണ്ടെടുക്കാൻ കുരിശിലെ കഠിനമായ ബലി അനിവാര്യമാണെന്ന് സാത്താൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടില്ലാത്ത ഒരു വിജയം അഥവാ കുരിശില്ലാത്ത ഒരു കിരീടം അവൻ ക്രിസ്തുവിന് മുമ്പിൽ വെച്ച് നീട്ടി. പക്ഷേ ഇത്തരം എളുപ്പവഴികളല്ല ജീവിതത്തിൽ വേണ്ടതെന്ന് ക്രിസ്തു തൻ്റെ നിലപാടിലൂടെ വ്യക്തമാക്കുന്നു. പലപ്പോഴും നോമ്പും ഉപവാസവും എല്ലാം വെറുമൊരു എളുപ്പവഴിയായി കാണുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ജോലി ലഭിക്കാനും വിസ കിട്ടാനും രോഗം മാറാനും വേണ്ടിയുള്ള ഒരു കുറുക്കുവഴിയായി മാത്രം നോമ്പിനെ നാം പലപ്പോഴും ചുരുക്കിക്കളയുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ഉപവാസം അവിടുത്തെ കൂടുതൽ കഠിനമായ പരീക്ഷകളിലേക്കാണ് നയിച്ചത്. ഉപവാസവും നോമ്പും അനുഗ്രഹങ്ങൾ തട്ടിയെടുക്കാനുള്ള എളുപ്പവഴികളല്ല, മറിച്ച് പരീക്ഷണങ്ങളെ നേരിടാൻ ആത്മാവിനെ പ്രാപ്തമാക്കുന്ന കഠിനമായ പരിശീലനങ്ങളാണെന്ന് മരുഭൂമി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 40 ദിവസം ഉപവാസം പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് ആത്മീയ വിജയത്തിൻ്റെ എളുപ്പവഴികളല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ പരീക്ഷണങ്ങളെ നേരിടാനുള്ള ആത്മീയ കരുത്താണെന്ന തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് നമ്മെ യഥാർത്ഥ ദൈവാശ്രയമുള്ളവരാക്കി മാറ്റുന്നത്. എളുപ്പവഴികളെക്കാൾ ദൈവത്തിനാശ്രയിച്ച് പരീക്ഷകളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.